അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി 2 മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കോളിഫ്ലവർ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് ഉപ്പിട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച കോളിഫ്ലവറിൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആണോ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കോളിഫ്ലവറൊക്കെ ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. ബാക്കിയുള്ള ഓയിൽ മാറ്റി വയ്ക്കാം. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് 3 മീഡിയം സൈസ് സവാള ഉണ്ട്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കോൺഫ്ലോറിൻ്റെ മിക്സാണ്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണ്. അത് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കോൺഫ്ലോർ കട്ട പിടിക്കും. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ കോൺഫ്ലവർ ഒന്ന് കുക്കായി വരണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ ഗ്രേവി വളരെ തിക്കാവും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ള കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.